अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون इस आयत का तर्जुमा ये है कि वो लोग जो अपने अमवाल अल्लाह की राह में खर्च करते हैं फिर ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: തങ്ങളുടെ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, എന്നിട്ട് അതിനെ തുടർന്ന് ചെലവ് ചെയ്തത് ഉപകാരമായി എടുത്തു പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടും വേദനിപ്പിക്കാതിരിക്കുന്നവർ ആരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല. ഈ ആയത്തിന്റെ വിഷയം യഥാർത്ഥ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് ഇതിനെ യഥാർത്ഥ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ സാധ്യമല്ല. നിസ്വാർത്ഥമായി സ്വമനസ്സാലെ അവർ ധനത്യാഗം ചെയ്യുന്നു. ധനത്യാഗത്തിന്റെ ആഗ്രഹം അവരുടെ മനസ്സുകളിലുണ്ട്. അവരുടെ ആഗ്രഹം അനുസരിച്ചുകൊണ്ട് അവർക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അവർ അസ്വസ്ഥരായിത്തീരുന്നു. പഴയ അഹമ്മദികളുടെ അവസ്ഥ ഇതാണ്, പുതിയവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇന്നലെ ഒരു അറബി ഫാമിലി എന്നെ വന്ന് കാണുകയുണ്ടായി. ഭാര്യയും ഭർത്താവും വിദ്യാസമ്പന്നരാണ്, PhD ചെയ്തവരാണ്. മാഷാ അല്ലാ, അവരുടെ കുട്ടികളും നല്ലവരാണ്, ദീനിനോട് പ്രത്യേകമായ താല്പര്യമുള്ളവരാണ്. അവര് യുവാക്കളാണ്, പുതിയ അഹമ്മദികളാണ്, ജമാഅത്തുമായി നല്ല ബന്ധം എന്നിട്ടുമുണ്ട്. പ്രത്യേകമായ ഒരു താല്പര്യം അതിൽ കാണുന്നു. അവരുടെ ഒരു കുട്ടി യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നതേയുള്ളൂ. ദീനീപരമായി വളരെയധികം നല്ല താല്പര്യമുള്ള കുട്ടിയാണ്. 10-12 വയസ്സാണ് അവനുള്ളത്.
കുറച്ച് മാസം മുമ്പാണ് ഇവർ ബൈഅത്ത് ചെയ്തത്. पढ़ाई भी अभी खत्म की है, ഇപ്പോൾ तालीम हासिल करने के പൊതുവിൽ സാമ്പത്തിക മാന്ദ്യം കാരണമായിട്ട് അവർക്ക് ജോലിയൊന്നുമില്ല, സാമ്പത്തിക बल्कि കഴിവും ഇല്ല. अजीजों से कर्ज लेकर ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വന്നതേയുള്ളൂ. വളരെ പ്രയാസത്തിലാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ബന്ധുക്കളോട് കടം വാങ്ങിയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. बड़े दर्द से मुझे എന്നാൽ ആ कि मेरा दिल വീട്ടുകാരി, कहता है അതായത് കുട്ടികളുടെ ഉമ്മ, हम വളരെ വേദനയോടുകൂടി എന്നോട് പറയുകയുണ്ടായി, बंदा नहीं पूरी तरह दे सकते। എപ്പോഴും ഞാൻ അസ്വസ്ഥയാണ്. मैंने उसको समझाया ജോലിയില്ലാത്തത് കാരണം ഞങ്ങൾക്ക് जो आप दे सकते പൂർണ്ണമായും ചന്ത നൽകാൻ കഴിയുന്നില്ല. वही काफी है। ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, और यही कह रही थी നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് നൽകാൻ കഴിയുക, നൽകിക്കൊണ്ടിരിക്കുന്നത് അത് നൽകിയാൽ മതി. पीछे नहीं എന്നാൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, महीना चंद महीने മറ്റ് അഹമ്മദികളിൽ നിന്നും ഒരു ത്യാഗത്തിലും ഞാൻ പിന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. तो ये കുറച്ച് മാസം മുമ്പേ അവർ ബയ്യത്ത് ചെയ്തിട്ടുള്ളൂ. बाद വളരെ അസ്വസ്ഥയാണ് അവര്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വിപ്ലവം वालों की तबीयतों में पैदा ബയ്യത്ത് ചെയ്തതിനു ശേഷം ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം एहसान जताने का ഉണ്ടാക്കിയ ഈ ജമാഅത്തിൽ, അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്ന ജമാഅത്തിൽ इस एहसास के बाद ഉണ്ടായിരിക്കുന്നത് ये बेचैनी है कि हम ഒരിക്കലും തന്നെ തങ്ങൾ ചെയ്തിരിക്കുന്ന ത്യാഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന പ്രശ്നമേ ഇവിടെ ഉദിക്കുന്നില്ല. जो चाहते हैं അവർക്ക് ആകെയുള്ള വിഷമം ഞങ്ങൾക്ക് വേണ്ടത്ര ത്യാഗം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിൽ ജമാഅത്ത് ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ത്യാഗത്തിന്റെ നിലവാരം ഉയർത്താൻ കഴിയുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളെ നമ്മൾ ശിക്ഷിക്കുന്നു. ശിക്ഷാ നടപടിയിൽ പറയാറുള്ളത് അവരോട് ചന്ത വാങ്ങരുത് എന്നാണ്. അപ്പോൾ അവര് അസ്വസ്ഥരായിക്കൊണ്ട് എഴുതുന്നു, എനിക്ക് इस कसूर की वजह से മറ്റെന്തെങ്കിലും ശിക്ഷ ഞങ്ങൾക്ക് നൽകിയാലും ഈ ശിക്ഷ ഞങ്ങൾക്ക് നൽകരുത് എന്നാണ് അവർ പറയുന്നത്. ആദ്യം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഏതൊരു തെറ്റ് കാരണമാണോ ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അത് ദൂരീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ ഇസ്ലാഹിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു. तो फिर खुदा के लिए हमें എന്നാൽ चंदे की अदायगी से महरूम न करें कि ये तो हमारा ശിക്ഷ നൽകാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിനു വേണ്ടി ചന്ത നൽകുന്നതിൽ നിന്ന് ഞങ്ങളെ തടയരുത്. ने पैदा फरमाई है। ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. अजीब राहत और सुकून मिलता ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചിരിക്കുന്ന ഈ ജമാഅത്ത് അത്ഭുതകരമായ ഒരു ജമാഅത്താണ്. സാമ്പത്തിക ത്യാഗം ചെയ്യുന്നതിൽ പ്രത്യേകമായ ആനന്ദമാണ് അവർ അനുഭവിക്കുന്നത്. അതിൽ നിന്ന് തടയുമ്പോഴാണ് അസ്വസ്ഥരാകുന്നത്. ഇന്ന് ഭൂമുഖത്ത് ഇങ്ങനെയുള്ള മറ്റൊരു ജമാഅത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. लेकिन ये इजहार ഈ ഒരു ആവേശം ഉൾക്കൊള്ളുന്ന में जो അഹമ്മദിയത്തിന്റെ എതിരാളികൾ പല വാദങ്ങളും ഉന്നയിക്കാറുണ്ട്. सुनने में अक्सर आया है അവരത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം. कि എന്നാൽ അവർ അവരുടെ ആളുകൾക്കിടയിൽ ചെയ്യുന്ന പ്രസംഗങ്ങളിൽ അവര് പറയുന്നത്, ഇത് പൊതുവിൽ കേൾക്കാറുള്ളതാണ്, कुर्बानी करते हैं കാദിയാനി മീർസായി എന്നാണല്ലോ ഇവർ പറയാറുള്ളത്. അവര് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പള്ളിക്ക് വേണ്ടി, ഇന്ന പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്കൊരു താല്പര്യവുമില്ല. इन लोगों का, तंजीमों का, हमें सिर्फ पाकिस्तान ഇത് ഈ അനഹമ്മദി പണ്ഡിതന്മാരുടെ ഈ പ്രഖ്യാപനങ്ങൾ, बल्कि ഈ സംഘടനകളുടെ പ്രഖ്യാപനങ്ങൾ പാകിസ്ഥാനിലോ ये सुनने में आती हैं बातें ഇന്ത്യയിലോ മാത്രമല്ല നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. कहते हैं മറിച്ച് ആഫ്രിക്കയിലെ മുസ്ലിം നാടുകളിൽ देखो हमने ഇത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. या फलां ഇനി അവര് വല്ലതും ചെലവഴിച്ചാലോ അത് കൊട്ടിഘോഷിച്ച് പറയും, ഇന്ന പള്ളിക്ക് വേണ്ടി, फिर जिन कमेटियों को देते हैं ജനക്ഷേമത്തിന് വേണ്ടി ഇത്ര പൈസ ഞങ്ങൾ നൽകി എന്ന് പറയും. कि हमने इतना पैसा ഏതെല്ലാം കമ്മിറ്റികൾക്കാണോ സംഘടനകൾക്കാണോ അവർ നൽകുന്നത്, അവർക്കിടയിൽ പിന്നീട് തർക്കമുണ്ടാകുന്നു. सही तरह खर्च नहीं किया ഞങ്ങൾ ഇത്ര പൈസ നൽകിയിരുന്നു, അതിന്റെ കണക്ക് ബോധിപ്പിക്കുക, അത് വേണ്ട രീതിയിൽ ചെലവഴിച്ചിട്ടില്ല എന്നവർ പറയുന്നു. യഥാർത്ഥ രീതിയിൽ നിങ്ങൾ ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. जो बरकत अल्लाह ताला ने रखी है യഥാർത്ഥത്തിൽ അള്ളാഹു ജമാഅത്തിന് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ജമാഅത്തിന്റെ സമ്പത്തിൽ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ
पाकिस्तानी अखबार ജർമ്മനി ജാമിയ അഹമ്മദിയ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. इस प्रोजेक्ट അവിടെ പാകിസ്ഥാനിലെ दी गई है। മുസ്ലിമായ ഒരു പത്രപ്രതിനിധി എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ പ്രോജക്റ്റിന് വേണ്ടി ഗവൺമെന്റിൽ നിന്നും വല്ല സഹായം വാങ്ങിയിട്ടുണ്ടോ, അതിലേക്ക് മറ്റു വല്ല സംഘടനകളിൽ നിന്നും വാങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും ജമാഅത്ത് അംഗങ്ങൾ നൽകുന്ന ചന്ത മുഖേനയാണ് നടക്കുന്നത്. ഈ ബിൽഡിംഗും ജമാഅത്ത് അംഗങ്ങൾ നൽകിയ ചന്ത മുഖേനയാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇതിൽ ഞങ്ങൾ ചെലവഴിച്ചിരിക്കുന്ന इमारत के लिए പണം बहुत ज्यादा खर्च ഇത് ഗവൺമെന്റോ മറ്റേതെങ്കിലും സംഘടനയോ ഇതിന് ചെലവഴിക്കുകയാണെങ്കിൽ जमाती पैसे में बरकत भी रखी हुई ഞങ്ങൾ ചെലവാക്കിയതിനേക്കാളും എത്രയോ കൂടുതൽ ചെലവഴിക്കേണ്ടി വരുമായിരുന്നു. അള്ളാഹു തആല जिस नेक ജമാഅത്തിന്റെ സമ്പത്തിന് വലിയ അനുഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത്. കുറഞ്ഞ മൂലധനമാണെങ്കിലും വലിയ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഏതൊരു സദുദ്ദേശത്തോടു കൂടിയാണോ ജമാഅത്ത് അംഗങ്ങൾ ചന്ത നൽകുന്നത്, तादों അതിൽ അള്ളാഹു ആ രീതിയിൽ അനുഗ്രഹങ്ങളും ഇടുന്നുണ്ട്. अफराद മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ही एहसान जताते हैं, लेकिन ചന്ത നൽകിക്കൊണ്ട് ജമാഅത്ത് അംഗങ്ങൾ जो इनसे അവര് അതെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നില്ല. അത് ഒരു അനുഗ്രഹമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് എടുത്ത് പറയുകയും ചെയ്യുന്നില്ല. എന്നാൽ സംഘാടകർ, ഇത് ചെലവഴിക്കുന്നവർ हज़रत मसीह मौद വളരെയധികം സൂക്ഷ്മതയോടുകൂടി കാൽ വെക്കേണ്ടതാണ്. कशाइश देख रहे हैं। ചെലവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെലവ് ചെയ്യണം. कशाइश ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ മുഖേനയാണ് നമ്മൾ ഈ लेकिन സമ്പത്ത് കാണുന്നത്. सलाम അള്ളാഹു फिक्र को भी सामने നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുക തന്നെ ചെയ്യുന്നതാണ്. सवाल है। എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം कहीं ഒരു വ്യാകുലത നമ്മുടെ മുമ്പാകെ വെക്കുകയുണ്ടായി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൈസ എന്തായാലും വരുന്നതാണ്. और जमात എന്നാൽ दर्द ഇത് ചെലവഴിക്കുന്നവരുടെ ഹൃദയം, മനസ്സ് ഭൗതികതയിലേക്ക് പോകുമോ എന്നുള്ള ഭയമാണ്, ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അവർക്ക് ജമാഅത്തിന്റെ സമ്പത്തിനോടുള്ള ആ ഒരു വിഷമ വേദന, സ്നേഹം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ജമാഅത്ത് അഹ്മദിയ देनी चाहिए। ചെലവ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്, പല സ്ഥലത്തും പരിശോധിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ജമാഅത്ത് അംഗങ്ങൾ അത് ചെലവഴിക്കുന്ന ആളുകൾ वो सब പ്രത്യേകമായി സൂക്ഷിച്ച് ചെലവഴിക്കേണ്ടതാണ്. കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യേണ്ടതാണ്. ജമാഅത്ത് വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട്, ജമാഅത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് जमात में रखना डाल ഒരു ഭാഗത്ത് എതിരാളികൾ തങ്ങളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ കപടവിശ്വാസികൾ മുഖേന ജമാഅത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അവരുടെ പ്രവർത്തനം വിഫലമാകും എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും നമ്മൾ എപ്പോഴും സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഇസ്തിഗ്ഫാറും ദുആയും ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ നേരിടേണ്ടതാണ്. ताईद और नुसरत के नजारे हैं। അള്ളാഹു ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ जब तक हम अल्लाह ताला से അത് अपने ताल्लुक ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹായഹസ്തമാണ്. करने की അത് നമ്മൾ करते रहेंगे। എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുമായിട്ടുള്ള पैदा नहीं हुई നമ്മുടെ ബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത് വരെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. अल्लाह ताला हमेशा खुद ही ഇന്ന പദ്ധതി എങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള വ്യാകുലതയൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. अल्लाह ताला अहमदियों के അള്ളാഹു എപ്പോഴും തന്നെ സ്വയം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാറാണ് പതിവ്. ഏതൊരു പദ്ധതി രൂപീകരിച്ചാലും അത് അള്ളാഹു പൂർത്തിയാക്കുന്നതാണ്. അഹമ്മദികളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നു. മാത്രമല്ല അവര് खातिर മുമ്പത്തേക്കാൾ ഉപരി ജനത്യാഗത്തിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നു. आता है तो अहमदी അള്ളാഹുവിന് വേണ്ടി अपना पेट काट कर ही कुर्बानियां देते हैं। ധനത്യാഗം ചെയ്യാനുള്ള സമയം വരുമ്പോൾ गवारा कर लेते हैं, അഹമ്മദികൾ ये गवारा नहीं करते कि अपने चंदा देने വിശപ്പ് സഹിച്ചും ചെലവ് ചൊരുക്കിയും ത്യാഗങ്ങൾ ചെയ്യുന്നു. വിശപ്പ് സഹിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ അവർ की निशानी है തങ്ങളുടെ ചന്ത कि वो हर किस्म की നൽകില്ല എന്നൊരിക്കലും പറയില്ല. അതിന് കുറവ് വരുത്താൻ അവർ തയ്യാറല്ല. ഇതാണ് പ്രവാചക ജമാഅത്തുകളുടെ അടയാളം. भी नहीं किया എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങൾക്കും അവർ തയ്യാറാകും. हैं। खुदा ताला का അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. कि उनसे चंदा എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയാറുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യമായി അവർ കരുതുന്നു. ജമാഅത്ത് അവരോട് ചെയ്തിരിക്കുന്ന ഔദാര്യമായി അവർ കരുതുന്നത് ഞങ്ങൾക്ക് ചന്ത നൽകാനുള്ള അവസരം നൽകി എന്നുള്ളത്. ആരോടെങ്കിലും ചന്ത വാങ്ങരുത് എന്ന് പറഞ്ഞാൽ പലരും एहसान होगा। അസ്വസ്ഥരായിക്കൊണ്ട് ഈ ശിക്ഷ പിൻവലിക്കാനാണ് അപേക്ഷ നൽകാറുള്ളത്. അവർ പറയുന്നത് शामिल होने वाले भी
ജമാഅത്ത് ഞങ്ങളോട് ചെയ്തിയ വലിയ ഒരു ഔദാര്യമായിരിക്കും ചന്ത ഞങ്ങളോട് വാങ്ങിയാൽ എന്നാണ്. होती है वो मालिक പുതുതായി പ്രവേശിച്ചവരും അതിൽ അവര് ജമാഅത്തിന്റെ സംവിധാനത്തെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും നല്ല തർബിയത്ത് അവർക്ക് കിട്ടുകയും ചെയ്താൽ അവരും സാമ്പത്തിക ത്യാഗത്തിൽ വളരെയധികം മുന്നോട്ട് വരുന്നു. उनमें अगर कहीं कमी ചിലപ്പോൾ तो बाज लोग साहिब हैसियत लोग ഐച്ഛിക ചന്തകൾക്ക് ജമാഅത്ത് ടാർഗറ്റ് നിശ്ചയിക്കുന്നു. അതിൽ വല്ല കുറവും വന്നാൽ उनके अंदर ചിലര് रही होती है സാമ്പത്തിക ശേഷിയുള്ളവർ അവരെ പറയാറുള്ളത് ഈ കുറവിനെ ഞങ്ങൾ നികത്തും എന്നുള്ളതാണ്. बल्कि एक അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ശബ്ദം, അതായത് ആരും നിർബന്ധിക്കാതെ इसलिए कि അവരുടെ അകത്തളങ്ങളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം ഈ കുറവിനെ ഞങ്ങൾ നികത്തും എന്നുള്ളതാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്? യഥാർത്ഥത്തിൽ और इन पर कोई അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഈ പ്രഖ്യാപനത്തിന്റെ ശബ്ദം അവർ കേൾക്കുന്നു. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ईमान यकीन അവർക്കൊരു ഭയം ഉണ്ടായിരിക്കുകയില്ല, അവർ ദുഃഖിക്കുകയുമില്ല. के लिए वो कुर्बानी करते हैं. അവർക്ക് പാരത്രിക ജീവിതത്തിലുള്ള ദൃഢജ്ഞാനമുണ്ടാകുന്നു, വിശ്വാസമുണ്ടാകുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അവർക്കുണ്ടാവുക. അതിനുവേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത്. शानदार അപ്പോൾ बिल बना रहे होते हैं. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുമ്പോൾ അവർക്ക് സ്വർഗത്തിന്റെ സുവാർത്തകൾ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നു. അവരുടെ अल्लाह ताला ഭാവി ഭാസുരമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. मुस्तकबिल की बात അതിന്റെ बल्कि इस- പാരമ്യത പരലോകത്തായിരിക്കും. എന്നാൽ അല്ലാഹു തആല और यहाँ भी മരണശേഷമുള്ള കാര്യങ്ങളല്ല പറയുന്നത്, മറിച്ച് ഈ ലോകത്തും അള്ളാഹു കടം വെക്കാറില്ല. वसल्लम ने फरमाया ഇവിടെയും വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകി അവൻ इब्ने आदम खर्च നൽകുന്നു. ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, അള്ളാഹു പറയുന്നു, ആദമിന്റെ മക്കളെ നിങ്ങൾ ചെലവാക്കിക്കൊണ്ടിരിക്കുക, ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നൽകുന്നത് എല്ലാവർക്കുമുണ്ട്. എന്നാൽ अल्लाह ताला അവന്റെ ദീനിനു വേണ്ടി ആരാണോ ചെലവഴിക്കുന്നത് शर्ते के അവർക്ക് അനന്തമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകുന്നത്. उसकी रजा അതുകൊണ്ട് की खातिर അള്ളാഹു ഒരിക്കലും കടമായിട്ട് വെക്കാറില്ല. इस वक्त में चंद സതുദ്ദേശത്തോടുകൂടി അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണമെന്ന് മാത്രം. वीरों में भी ഈ സമയത്ത് ഞാൻ ചില സംഭവങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ നാടുകളിൽ, ദരിദ്രരിലും ധനവാന്മാരിലും അഹമ്മദികളിൽ അള്ളാഹു തആല यकीन में ധനത്യാഗത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു ആവേശം വെച്ചിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. മാത്രമല്ല അവരവരുടെ വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി जमात की कुर्बानी का जिक्र सुने ത്യാഗത്തിന് ശേഷം വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. और फिर इससे सिर्फ मालिक പുതിയ ഒരു ജമാഅത്തിന്റെ സംഭവം ഞാൻ പറയാം. ആഫ്രിക്കയിലെ ദൂരദേശത്തുള്ള ഒരു ജമാഅത്താണിത്. एक मुल्क है ഇവിടെ സാമ്പത്തിക ത്യാഗം മാത്രമല്ല മനസ്സിലാകുന്നത്, ഖിലാഫത്തിനുള്ള സ്നേഹം ഇതിൽ നിന്ന് പ്രകടമാണ്. നൈജർ कि इस साल जलसा इस्लाम ഒരു നാടാണ്, ആഫ്രിക്കയിലെ ഒരു ദൂരദേശത്തുള്ള നാടാണ്. की मीटिंग थी അവിടെയുള്ള മുബല്ലിഗ് സിൽസില എഴുതുന്നു, अफ्रीका के ഈ വർഷം ജൽസ സാലാന ലണ്ടനിലെ സമയത്ത് में മുബല്ലിങ്ങളുടെ മീറ്റിംഗ് നടന്നു. അതിൽ ഞാൻ ഹുസൂർ तादाद में अभी അവരോട് പറഞ്ഞിരുന്നു, ആഫ്രിക്കയിലെ മുബല്ലിങ്ങളോട് പറഞ്ഞിരുന്നു, से ആഫ്രിക്കയിൽ ചന്തയിൽ അംഗമാകുന്നവരിൽ കുറെ സാധ്യതകൾ ഉണ്ട്. अपने इलाके बरनी कोनी की അതുകൊണ്ട് कोई ये पैगाम ഇത് കേട്ടപ്പോൾ അദ്ദേഹം ആഫ്രിക്കയിൽ പോയി ഈ കാര്യങ്ങൾ ജമാഅത്ത് അംഗങ്ങളോട് സംസാരിച്ചു. उन्होंने फौरन അദ്ദേഹം പറയുന്നത്, എന്റെ പ്രദേശമായ ബർണിക്കോണി എന്നുള്ള ജമാഅത്തിൽ അദ്ദേഹം പോയി ഖലീഫ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഉടനെ തന്നെ അവര് जब ये कहा गया ഈ ശബ്ദത്തിന് ലബ്ബൈക്ക് പറഞ്ഞു. എന്നിട്ട് അവർ ത്യാഗങ്ങളെ വർദ്ധിപ്പിക്കുകയുണ്ടായി. तो कहते हैं चुनाचे बरनी रीजन മുമ്പ് ഉൾപ്പെട്ടവർ മാത്രം പോരാ, പുതിയവരും ഇതിൽ ചേരണം എന്ന് അദ്ദേഹം പറഞ്ഞു. आपकी आवाज पर അപ്പോൾ हाँ गुज़श्ता साल ബർണിക്കോണി റീജിയനിലെ ജമാഅത്തുകൾ जमाते हैं जो ഹുസൂറിന്റെ ശബ്ദത്തിന് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, जिन्स की കഴിഞ്ഞ വർഷം അവര് കർഷകരാണ്, ഗ്രാമവാസികളാണ്, അവരടുത്ത് റക്കം പണമായിട്ടുണ്ടാവില്ല, छोटी അവര് ധാന്യങ്ങളാണ് പൊതുവിൽ നൽകാറുള്ളത്. 150 की കഴിഞ്ഞ വർഷം അവര് 16 ചാക്ക് നൽകിയിരുന്നു. उन्होंने दी എന്നാൽ ചെറിയ ആ ഗ്രാമത്തിൽ जो था ഏകദേശം 100-50 ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഈ പ്രാവശ്യം 52 ചാക്ക് ധാന്യങ്ങളാണ് അവർ നൽകിയത്. അതോടൊപ്പം തന്നെ കുറച്ച്
തുകയും, कि जमात അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി തുകയും അവർ നൽകുകയുണ്ടായി. गांव की ആമീർ സാഹിബ് നൈജർ എഴുതുന്നു, कि चंदे के अनाज की बोरियां आकर ले जाएं, ഗഡാൻ ബറാബു എന്നുള്ള ജമായത്തിൽ लेकर वापस आ रहे थे। അവിടെ നിന്നും ഒരു സന്ദേശം വന്നു, ചന്തയുടെ ധാന്യങ്ങൾ കൊണ്ടുപോയാലും ഞങ്ങള് വണ്ടിയുമായി അത് നിറച്ചു തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ രാത്രി 10 മണിയായിരുന്നു. ഒരു അഹമ്മദി ഗ്രാമമായ ഡബ്ഗാവ എന്നുള്ള സ്ഥലത്തൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ വഴിയിൽ കുറച്ച് ഖാദിമുകൾ നിൽക്കുന്നുണ്ട്. രാത്രിയുടെ 10 മണിയാണ്. आपके इस रास्ते അവർ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. അവര് പറഞ്ഞു, സദർ ലേജന ഈ മൈല്ല പറഞ്ഞതനുസരിച്ച് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്ദേശം നൽകാൻ വേണ്ടി സദർ സാഹിബ് ലേജന ചന്തയ്ക്ക് വേണ്ടി കുറെ ധാന്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. അതായത് സദർ ലജ്നകള് വേറെ ചന്ത നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരുടേത് പോരാ, दाम जो थे സ്ത്രീകളുടേത് വേറെ നൽകുന്നു. അങ്ങനെ അവർ കഠിനാധ്വാനം ചെയ്തു. ധാന്യങ്ങൾ അവർ ഒരുമിച്ച് കൂട്ടി. नसीहत बिल्कुल मामूली थी, അത് मेहनत और तल्लुक നൽകാനാണ് ഈ ഖാദിമീങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വളരെ ചെറിയൊരു ജമാഅത്ത്, अल्लाह डारे വളരെ നിസ്സാരന്മാരാണ് അവര്. എത്രമാത്രം ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർ ഇത് ഒരുമിച്ച് കൂട്ടിയെന്ന് നോക്കുക. ബനീനിൽ നിന്നും അല്ല റീജിയനിലെ മുബല്ലിഗ് പറയുന്നു, बुतों को पूजने സോയോ ഗ്രാമത്തിലെ खुदा के आगे झुकने പ്രസിഡന്റ് പറയുന്നു, അവര് മുശ്രിക്കീങ്ങളിൽ നിന്നും അഹമ്മദികളായവരാണ്. ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അഹമ്മദികളായി ഒരു അള്ളാഹിന് മുമ്പിൽ കുമ്പിടുന്നവരായി മാറി. ചന്ത വഖഫ് ചെയ്ത് വാങ്ങാൻ വേണ്ടി അവിടെ പോയപ്പോൾ അവര് 450 ഫ്രാങ്ക് സീഫെ അത് ചന്തയായിട്ട് നൽകി. എന്നിട്ട് ഉച്ചക്ക് എന്ത് ഭക്ഷണം കഴിക്കുമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവരുടെ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മോട്ടോർ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു. ചന്ത കൊടുത്തതിന് ശേഷം മോട്ടോർ സൈക്കിളുമായിട്ട് പുറത്തേക്ക് പോയി. അള്ളാഹു എന്തെങ്കിലും നൽകുമല്ലോ, ഉച്ചക്കില്ലെങ്കിലും വൈകുന്നേരം തിന്നാം, എന്ത് വ്യത്യാസം വരാനാണ്. അങ്ങനെ മോട്ടോർ സൈക്കിളിലും പെട്രോള് കടം വാങ്ങിയിട്ടാണ് നിറച്ചത്. मैंने दोपहर के खाने का भी പിന്നീട് വന്നപ്പോൾ 1000 ഫ്രാങ്ക് സീഫ അദ്ദേഹം മുറബി സാഹിബിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മുറബി സാഹിബിനോട് പറയുകയുണ്ടായി, ഞാന് ഉച്ചക്കുള്ള ഭക്ഷണത്തെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ല. എന്നിട്ട് മോട്ടോർ സൈക്കിൾ റിക്ഷയില് കടം വാങ്ങിയിട്ടാണ് പെട്രോൾ നിറച്ചത്. എന്നാല് ഞാന് വെറും കൈയോടെ പോയ ഞാന് കുറെ പണവുമായിട്ട് തിരിച്ചു വരുന്നത്. കാരണം അത്രയും യാത്രക്കാരെ എനിക്ക് ലഭിക്കുകയുണ്ടായി. 2000 ഫ്രാങ്ക് സീഫയുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. बयान करते അത് കടം വീട്ടിയതിനു ശേഷം അതിന്റെ പകുതി ഞാൻ ചന്തയായിട്ട് നൽകുകയാണ്. साहब कहते हैं അമീർ സാഹിബ് ബുർക്കിനോ ഫാസു പറയുന്നു, 3 माह ബോബോ റെജിനിലെ ഒരു പുതിയ അഹമ്മദി के दौरान उनकी चोरी കമ്പോരെ സയീദ് സാഹിബ് പറയുന്നു, शदीद बीमार हो गया। അദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 3 മാസത്തെ ചന്ത നൽകിയിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹം സാധനങ്ങൾ കളവ് പോയി. യുവാവായ മകൻ രോഗിയായി എല്ലാ രീതിയിലും ചികിത്സിച്ചു. പക്ഷെ സുഖം പ്രാപിച്ചിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ഒരു രാത്രി ഞാൻ तो खाकसार से कहने लगे സ്വപ്നത്തിൽ കാണുകയാണ്, അതായത് ഉസൂറിനെ കാണുകയാണ്, എന്നെ കാണുകയാണ്. ഉസൂർ പറയുന്നു, कि इंशाल्लाह 20 दिन ഉസൂർ വന്നുകൊണ്ട് സ്വപ്നത്തിൽ പറയുകയാണ്, എന്നോട് പറയുകയാണ്, में अपना चंदा കുറെ മാസമായി നിങ്ങൾ ചന്ത കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉടനെ സ്വപ്നത്തിൽ മറുപടി പറയുകയാണ്, 20 ദിവസത്തിനുള്ളിൽ ഞാൻ ചന്ത നൽകുന്നതാണ്. അങ്ങനെ 20 ദിവസത്തിനുള്ളിൽ ഞാൻ അത് പരിശ്രമിച്ച് ചന്ത നൽകി. नौकरी भी मिल गई, ആ ദിവസം തന്നെ അദ്ദേഹം പറയുകയാണ്, എന്റെ മകന് പൂർണ്ണമായി സുഖം പ്രാപിച്ചു. नई मोटरसाइकिल खरीद ली। സുഖം പ്രാപിച്ചു എന്ന് മാത്രമല്ല, നല്ല ജോലി, മുമ്പത്തേക്കാൾ നല്ല ജോലിയും കിട്ടി. അതിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കും അല്ലാഹു തആല പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള തൗഫീക്ക് ലഭിച്ചു. യഥാർത്ഥത്തിൽ ആ സാമ്പത്തിക ത്യാഗം ചെയ്തത് കാരണം, ഹുസൂർ പറഞ്ഞതുകൊണ്ട് ഞാൻ സാമ്പത്തിക ത്യാഗം ചെയ്തത് കാരണമാണ് ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് ലഭിച്ചത്. നവ അഹമ്മദികളുടെ ആവേശം നിങ്ങൾ നോക്കുക. ബുർക്കിനോ ഫാസുവിലെ ബിദൂഹ് റീജിയനിലെ മുബല്ലി സാഹിബ് എഴുതുന്നു, ഈ റീജിയനിലെ ഒരു ഗ്രാമമാണ് നോക്കി ബഡാല. അതിന്റെ പ്രസിഡന്റ് ജാലു സീത സാഹിബ് പറയുന്നു, अपनी फसल कभी नहीं അവര് കർഷകരാണ്. हुई, में दाखिल होने के बाद അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും അവർക്ക് കർഷകർ തന്നെയാണ്. और वो चंदा എന്നാൽ അഹമ്മദിയത്തിൽ പ്രവേശിച്ചതിന് ശേഷം ലഭിച്ചത്ര വിളവ് മുമ്പ് ലഭിച്ചിട്ടേ ഇല്ല. അവർ പറയുന്നത് ഇതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് ചന്ത നൽകുക എന്നുള്ളതാണ്. അഹമ്മദിയത്തിൽ പ്രവേശിച്ച് इतनी बरकत पड़ी है ചന്ത നൽകാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങളുടെ അവസ്ഥ തന്നെ മാറി മറിഞ്ഞു. कि चंदे ചന്ത നൽകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വിളവിൽ വളരെയധികം വർധനവുണ്ടായി. ഇതിനു മുമ്പ് ഈ രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല.
ചന്ത നൽകുന്നത് കൊണ്ടുള്ള അനുഗ്രഹം അദ്ദേഹം പറയുന്നു, 2 ചാക്കാണ് ഞങ്ങൾ നൽകിയിരുന്നത്, ഇപ്പോൾ 7 ചാക്ക് ഞങ്ങൾക്ക് ധാന്യങ്ങൾ ചന്തയായിട്ട് നൽകാൻ സാധിച്ചു. മൗലവിമാര് പറയാറുള്ളത്, പാവങ്ങൾക്ക് പൈസ നൽകി ആഫ്രിക്കയിലും ദരിദ്ര നാടുകളിലും പൈസ നൽകി അഹമ്മദികളാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവർക്ക് ജമാഅത്താണ് പൈസ നൽകുന്നത്. ഇവർ സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് ജമാഅത്തിന് പണം നൽകുകയാണ് ചെയ്യുന്നത്. അമീർ സാഹിബ് മാലി എഴുതുന്നു, ഞങ്ങളുടെ ഒരു മുഅല്ലിം അബ്ദുൽ ഖാദിർ സാഹിബ് പറയുന്നു, സനൂത്തി ഇഗ്ല എന്ന ജമാഅത്തിൽ അഹമ്മദി സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെ കൃഷി ജമാഅത്ത് ചന്ത നൽകാൻ വേണ്ടി അവർ ചെയ്യുന്നു. അത് ചന്ത നൽകാൻ വേണ്ടി അവരുടേതായിരിക്കുന്ന കൃഷിയുണ്ട്, അതിൽ നിന്നും മാറിക്കൊണ്ട് വേറിട്ട് കൃഷി അവർ ചെയ്യുന്നു. പുരുഷന്മാര് സ്ത്രീകളും വെവ്വേറെ കൃഷി ചന്ത നൽകാൻ വേണ്ടി, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായും ചന്തയിൽ നൽകാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. 2011 അങ്ങനെ അവരിൽ നിന്നും ചന്ത വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും വേറെ വേറെ ചന്ത നൽകി. അങ്ങനെ ചാക്ക് എണ്ണി നോക്കിയപ്പോൾ അത് പുരുഷന്മാരുടേത് ചന്ത കൂടുതലായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം തന്നെ ലോഡ് ചെയ്ത്, ചാക്കുകളെല്ലാം തന്നെ ലോഡ് ചെയ്ത് ഞങ്ങൾ പോവുകയാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ പറഞ്ഞു, നിങ്ങൾ പോകരുത് എന്ന്. അവര് വീട്ടിൽ പോയി കൂടുതൽ 2 ചാക്ക് കൂടുതൽ കൊണ്ടുവന്ന് കൊടുത്തു. അതായത് പുരുഷന്മാരുടെ 1.5 ചാക്ക് കൂടുതലായിരുന്നു. അങ്ങനെ ഇവർ 2 കൊടുത്ത് പുരുഷന്മാരെക്കാളും 1/2 ചാക്ക് കൂടുതൽ നൽകി മുന്നിലെത്തുകയുണ്ടായി. അമീർ സാഹിബ് മാലി എഴുതുന്നു, സയ്യിദ് ഉത്തരാവു സാഹിബ് അദ്ദേഹം 6 മാസം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. 7000 ഫ്രാങ്ക് ചന്തയായിട്ട് കൊടുത്തിരുന്നു. നമ്മളെ മുഅല്ലിം വീണ്ടും അവരെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ബയ്യത്ത് ചെയ്ത് ചന്ത കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കൾ എപ്പോഴും രോഗിയാകുമായിരുന്നു. മരുന്നിന് വേണ്ടി എത്രയോ പൈസ ഞങ്ങൾ ചെലവഴിക്കുമായിരുന്നു. ചന്ത നൽകിയതിനു ശേഷം ഞാനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാം തന്നെ ആരോഗ്യവാന്മാരാണ്. രോഗം വളരെ കുറവാണ്. മരുന്നിന് വേണ്ടിയുള്ള ചെലവ് വളരെ കുറവാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ചന്തയുടെ ബർക്കത്താണ്. അമീർ സാഹിബ് യുഗാണ്ട എഴുതുന്നു, ജമാഅത്ത് വളരെയധികം സാമ്പത്തിക ത്യാഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സുലൈമാൻ മഗാബി സാഹിബ് അംബാലയിൽ താമസക്കാരനാണ്. ചന്തയിൽ വളരെ മുന്നിട്ടുള്ള വ്യക്തിയാണ്. നൗമുബായിൻ പ്രദേശത്തിൽ 2 പുതിയ പള്ളികൾ, മനോഹരമായ പള്ളികൾ സ്ഥാപിച്ചു. സ്കൂളിന്റെ ബ്ലോക്ക് പൂർണ്ണമായി നിർമ്മിച്ചു. 50 ലക്ഷം ഷില്ലിങ്ങിന്റെ ത്യാഗം അദ്ദേഹം ചെയ്യുകയുണ്ടായി. ആദ്യം ഒരു പള്ളി ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തോട്. അദ്ദേഹം സ്വയം പറയുന്നു, ഞാൻ സാമ്പത്തിക ത്യാഗം ചെയ്തത് മുതൽ എനിക്കറിയുന്നില്ല എവിടെ നിന്നാണ് അള്ളാഹു ഇത്രയും ധനം നൽകുന്നത് എന്ന്. അമീർ സാഹിബ് ഗാംബിയ എഴുതുന്നു, ഒരു സുഹൃത്ത് അബ്ദുല്ല മലാജോ സാഹിബ് അൽഹാജ്, അദ്ദേഹം ചന്ത വഖഫ് നേരത്തെ നൽകിയിരുന്നു. 2ാം പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതലായി അദ്ദേഹം നൽകുകയുണ്ടായി. എന്നാൽ അദ്ദേഹം 2 പ്രാവശ്യം ചന്ത കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടുകൂടി പറഞ്ഞത്, ഇത് ഉസൂറിന്റെ പ്രത്യേകമായിരിക്കുന്ന പദ്ധതിയാണ്, എത്ര നൽകിയാലും കുറവാണ് എന്ന് പറയുകയുണ്ടായി. ലിയോ റീജൻ ബുൽക്കിനോ ഫാസുവിന്റെ മുബല്ലി എഴുതുന്നു, 2012 ഒക്ടോബർ 10 ബക്കാങ്കോ അഗാമി എന്നുള്ളൊരാള് മിഷൻ ഹൗസിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് നിത്യവും റേഡിയോ അഹമ്മദിയ കേൾക്കാറുണ്ട്. ഈ ഒരു സ്റ്റേഷൻ മാത്രമാണ് എന്റെ വീട്ടിൽ ഓണായി കിടക്കാറുള്ളത്. ഇത് ഇസ്ലാമിന് വേണ്ടി വളരെയധികം സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ നന്ദി പ്രകടനമായിട്ട് മറ്റൊന്നും എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇതിനുവേണ്ടി ചെറിയൊരു സംഭാവന നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 ലക്ഷം ഫ്രാങ്ക് സീഫ അദ്ദേഹം നൽകി. കർഷകർക്ക് ഇത്രയും പൈസ നൽകുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അദ്ദേഹത്തിന് ജമാഅത്തിന്റെ സിസ്റ്റം എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ നൽകിയ ചന്തയുടെ റസീറ്റും കൊടുത്തു. അദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല. അനഹമ്മദികളിൽ ഈ ഇങ്ങനെയുള്ള സ്വാധീനം ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ തബ്ലീഗിന് ഇസ്ലാമിന്റെ തബ്ലീഗ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ജമാഅത്തിന്റെ സംവിധാനം
സാമ്പത്തിക സംവിധാനം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ജമാഅത്തിന്റെ സത്യത എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനു മുമ്പും എത്രയോ ചന്തകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധമായിരിക്കുന്ന സാമ്പത്തിക സംവിധാനം അഹമ്മദിയത്തിൽ മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ബനിയിൽ നിന്നും ലോക്കൽ മുഅല്ലിം സക്കരിയ രായിമി സാഹിബ് വിവരിക്കുന്നു, ഇക്ബി ഗ്രാമത്തിലെ ഗർബ ഇബ്രാഹിം സാഹിബ് അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ വീട്ടുകാർ പരസ്പര പ്രശ്നം കാരണം അവർ വീട്ടിൽ കൊണ്ടുപോയി പ്രസവം അവിടെ നടന്നു. മകൻ ജനിച്ചു. കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. കുറെ വർഷം കേസിന് പോയി. പക്ഷെ പരാജയമായിരുന്നു അദ്ദേഹത്തിന് നേരിട്ടത്. 5 വർഷം മുമ്പാണ് അഹമ്മദിയായത്. എന്നാൽ ഈ അവസ്ഥയൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. എന്നാൽ കേസും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം മുഅല്ലിമിൻ സാഹിബിന്റെ അടുത്ത് വന്നുകൊണ്ട് കഥകളെല്ലാം തന്നെ പറഞ്ഞു, ദുആക്ക് അപേക്ഷിച്ചു. അപ്പോൾ വഖഫ് ജദീദിന്റെ സാമ്പത്തിക വർഷമായിരുന്നു. മുഅല്ലിം സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നീ നേരത്തെ അഹമ്മദിയാണ്, അതുകൊണ്ട് ചന്തയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ചന്ത നൽകുക. ഇതുകൊണ്ട് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുന്നതാണ്. അങ്ങനെ ഗാർബ സാഹിബ് വഖഫ് ജദീദിന് 2000 ഫ്രാങ്ക് സീഫ നൽകി. അങ്ങനെ 3 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഫോൺ വന്നു. അള്ളാഹു തആല ചന്തയുടെ ബർക്കത്ത് കൊണ്ട് എന്റെ കുട്ടിയെ അള്ളാഹു തിരിച്ചു നൽകി. എന്റെ അമ്മോശൻ ആ കുട്ടിയെ കൊണ്ടുവന്ന് നൽകി. ഒരു പ്രതിഫലവും അവര് ചോദിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഞാൻ കുറെ പൈസ നൽകാം എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാലും അതൊന്നും അവര് ആവശ്യപ്പെട്ടിട്ടില്ല. തൻസാനിയയിൽ നിന്നും ഹസൻ തൗഫീഖ് സാഹിബ് പറയുന്നു, അദ്ദേഹം വളരെ കുറഞ്ഞ ചന്തയാണ് മുമ്പ് നൽകിയിരുന്നത്. മുബല്ലിഗ് സിൽസില അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണത്തിന് വേണ്ടി ചന്തയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുത്തു. അള്ളാഹു അനുഗ്രഹിക്കുകയും അങ്ങനെ അദ്ദേഹം കൃത്യമായി ചന്ത നൽകാൻ തുടങ്ങി. അങ്ങനെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത്, എനിക്കൊരു സ്വത്തുമില്ലായിരുന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഞാൻ വസിയത്ത് സംവിധാനത്തിൽ അംഗമാണ്. ചന്ത നൽകിയത് കാരണമായിട്ട് ഈ കുറച്ച് വർഷത്തിനുള്ളിൽ സൺഫ്ലവർ ഓയിലിന്റെ ഒരു മില്ല് സ്ഥാപിച്ചു, വീടുണ്ടാക്കി. ഡോഡോമോ പട്ടണത്തിൽ 3 ഫ്ളാറ്റ് വാങ്ങി. കുടുംബത്തിലെ അർഹരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്നു. സ്വന്തം ചെലവിൽ PhD ചെയ്യുന്നു. ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രത്യേക ഫളലും അതേപോലെ തന്നെ ചന്തയുടെ അനുഗ്രഹവുമാണ്. ഇന്ത്യയിലെ ചില സംഭവങ്ങൾ കോഴിക്കോടുള്ള ഒരു വ്യക്തിയുടെ സംഭവമാണ് പറയുന്നത്. വഖഫ് ജദീദിന്റെ ചന്ത അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റേത് 2,10,000 രൂപയാണ്. അദ്ദേഹം ചന്ത എല്ലാം എഴുതുന്നത് തന്റെ കഴിവിന് അതീതമായിട്ടാണ്. അദ്ദേഹം പറയാറുള്ളത്, ഞാൻ ചന്ത നൽകുമ്പോൾ അള്ളാഹു എന്റെ സാമ്പത്തികമായിരിക്കുന്ന ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ്. അങ്ങനെ കച്ചവടം നല്ലതുപോലെ വർദ്ധിക്കും എന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ വഖഫ് ജദീദിന്റെ ഇൻസ്പെക്ടർ പൈസ പിരിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറയുന്നു, പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ അക്കൗണ്ടിൽ പൈസയേ ഇല്ല. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകാൻ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. ഏതായാലും അദ്ദേഹം ചെക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്നെ അള്ളാഹു ഫദ്ൽ ചെയ്യുകയും ഈ വർഷത്തിന്റെ അവസാനമായപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചെക്ക് പേ ആവുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ കേരള സ്റ്റേറ്റിലെ കരുളായിലുള്ള റഹ്മാൻ സാഹിബിന്റെ സംഭവമാണ്. അദ്ദേഹം മൂസിയാണ്. ഇൻസ്പെക്ടർ പറയുന്നു, വളരെ ആവേശത്തോടെയാണ് ഇദ്ദേഹം ചന്ത നൽകാറുള്ളത്. ഓരോ ചന്തക്ക് വേണ്ടി പ്രത്യേകം പാത്രങ്ങൾ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എന്റെ മുമ്പിൽ തുറന്നു. ഭാര്യയോട് പറഞ്ഞു, നിന്റെ പേഴ്സ് തുറക്കുക. അതിൽ നിന്നും പണം വാങ്ങി വാഗ്ദാനം പൂർത്തിയാക്കിയതിനു ശേഷം 1,75,000 രൂപ ചന്ത കൂടുതൽ നൽകി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം 7,80,000 ചന്ത വഖഫ് ജദീദ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ മുമ്പൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല, ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല ശ്രദ്ധ വന്നിരിക്കുന്നു. ഇക്ബാൽ സാഹിബ് കണ്ടോരി, ഇൻസ്പെക്ടർ വഖഫ് ജദീദ്, ആന്ധ്രാപ്രദേശ് എഴുതുന്നു, ജഡ്ചർല ജമാഅത്തിൽ ഒരു സഹോദരനുണ്ട്. 25 വയസ്സാണ്.
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക ത്യാഗത്തിൽ दोस्तों ने तो उनको यहाँ ആന്ധ്ര സ്റ്റേറ്റിൽ 1-ാം നമ്പറാണ് ഇദ്ദേഹം. लेकर माफ करवा 2011 വേണ്ടി 68,000 രൂപയാണ് അദ്ദേഹം വാഗ്ദാനം എഴുതിയിരുന്നത്. സാമ്പത്തിക മാന്ദ്യം കാരണം വളരെയധികം പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അത് അടക്കാൻ സാധിച്ചിട്ടില്ല. വളരെയധികം നാണിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം. कहते हैं इंस्पेक्टर साहब जो वादा लेने വാഗ്ദാനം ചെയ്തു, പക്ഷേ तो गुज़श्ता साल വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അടക്കാൻ സാധിച്ചിട്ടില്ല. ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കേന്ദ്രത്തിലേക്ക് മാപ്പിന് വേണ്ടി എഴുതുക എന്ന് പറഞ്ഞു. माली तंग എന്നാൽ അദ്ദേഹം വളരെ ആവേശഭരിതനായി ചന്ത നൽകുന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന് വേണ്ടി, എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് വാഗ്ദാനം ചെയ്തത്. അള്ളാഹു എനിക്കത് പൂർത്തിയാക്കി തരുന്നതാണ്. 2012 ഇൻസ്പെക്ടർ വീണ്ടും അവിടെ വാഗ്ദാനം വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 77,000 രൂപ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 77,000 രൂപയാണ് വാഗ്ദാനം എഴുതിയത്. ആ സമയത്തും സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം. മെയ് മാസത്തിൽ ഞാൻ ചന്ത പിരിക്കാൻ വേണ്ടി പോയപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസും ഈ വർഷത്തെ വാഗ്ദാനവും കൂടാതെ 24,000 രൂപ കൂടുതൽ അദ്ദേഹം നൽകുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ചന്തയുടെ ബർക്കത്താണിത്, ഖലീഫയുടെ ദുആയുടെ ഫലമാണ്. ഈ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു. അങ്ങനെ 2 വർഷത്തെയും ചന്ത ഞാൻ ഈ വർഷം വീട്ടുകയാണ് എന്ന് പറയുകയുണ്ടായി. ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു സംഭവം, ഇൻസ്പെക്ടർ വഖഫ് ജദീദ് IR അൻസാർ സാഹിബ് എഴുതുന്നു, के पास था വഖഫ് ജദീദ് സന്ദർശന വേളയിൽ ഞാൻ सहमति हैं തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജമാഅത്തിലെത്തി. ബജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. നാസിം സാഹിബ് മാൽ വഖഫ് ജദീദും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. करने में ഉച്ചഭക്ഷണം ഒരാളുടെ വീട്ടിലായിരുന്നു. अदा कर पाए थे സൽമാൻ സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു മുഖ്ലിസ് അഹമ്മദിയാണ്. 2011 വഖഫ് ജദീദ് വാഗ്ദാനം 1,60,000 രൂപയായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് ചന്ത വർഷാവസാനം അദ്ദേഹം അടച്ചു തീർത്തത്. ഈ വർഷം അദ്ദേഹത്തിന്റെ ബജറ്റ് സന്തോഷത്തോടുകൂടി 5,50,000 എഴുതി. साथ थे इसलिए मैं പെട്ടെന്ന് എനിക്ക് ഭയം തോന്നി. 1,60,000 തന്നെ അടക്കാൻ വളരെ പ്രയാസപ്പെട്ട വ്യക്തി, दुआ करके हम എന്നിട്ട് 3 ഇരട്ടി വർദ്ധിപ്പിച്ച് എങ്ങനെയാണ് ഇദ്ദേഹം പൂർത്തിയാക്കുക? ഏതായിരുന്നാലും दूसरे घर में दुआ के लिए गए നാസിം സാഹിബ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എഴുതുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. की कार में ഭക്ഷണം കഴിച്ച് ദുആ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തു പോന്നു. मुकर्रम नाज़िम साहब സദർ സാഹിബിനോടൊപ്പം മറ്റൊരു വീട്ടിലേക്ക് ഞങ്ങൾ പോയി. 1/2 മണിക്കൂർ ശേഷം ഞാനും प्लास्टिक का एक സദർ സാഹിബിനോടൊപ്പം നാസിം സാഹിബിനോടൊപ്പം പള്ളിയിലെത്തി. खाने के बाद അങ്ങനെ പോയപ്പോൾ ഇദ്ദേഹം അവിടെ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും നാസിം സാഹിബും കാറിൽ ഇരിക്കുകയായിരുന്നു. സുലൈമാൻ സാഹിബ് വന്നുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ നൽകി. मौलवी साहब इनको तो എന്നിട്ട് പറഞ്ഞു, ഭക്ഷണത്തിന് ശേഷം मैं खा लेता അല്പം മിഠായി തിന്നണം എന്ന് പറയുകയുണ്ടായി. नाज़िम साहब അപ്പോൾ ഇൻസ്പെക്ടർ സാഹിബ് പറഞ്ഞു, അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു, तो നാസിം സാഹിബ് മാല് മൗലവി സാഹിബ് അദ്ദേഹത്തിന് ഷുഗറാണ്, അദ്ദേഹം മിഠായി തിന്നില്ല, ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞു. मिठाई खाने के लिए നാസിം സാഹിബ് എനിക്ക് ആ കവർ നൽകുകയായിരുന്നു. इस लिफाफे को देख के और फिर दुआ അപ്പോൾ അദ്ദേഹം സൽമാൻ സാഹിബ് साहब ने जब लिफाफा പറയുകയുണ്ടായി, तो അതായത് മിഠായി തിന്നാൻ വേണ്ടി ആ കവർ കൊടുക്കുന്ന ആ വ്യക്തി പറയുകയുണ്ടായി, तो मैंने उनसे पूछा फिर भी नहीं बोला മൗലവി സാഹിബ് ഇത് തുറന്ന് ദുആ ചെയ്തിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൗലവി സാഹിബ് ആ കവർ തുറന്നപ്പോൾ ഒന്നും മിണ്ടാതെ സ്തബ്ധനായി നിന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു എന്താണെന്ന്. അപ്പൊ സ്തബ്ധനായി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നാസിം സാഹിബ് ആ കവർ 1000 रुपए की ഇൻസ്പെക്ടർ സാഹിബിന് നൽകി. आंखों से तो आंसू जारी हो गए അദ്ദേഹം ഇൻസ്പെക്ടർ സാഹിബ് പറയുന്നു, मेरी दुआएं भी निकलने ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിൽ लगी फरमाया 5,50,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ ഈ സംവിധാനം ഒരുക്കിയത്. അങ്ങനെ അദ്ദേഹം പൂർണ്ണമായും ചന്ത അടച്ചു തീർക്കുകയും ചെയ്തു. रिफ्यूजी क्लेम किया इनका സദർ സാഹിബ് ബ്രാംപ്ടൺ കനഡ പറയുന്നു, USA കനഡയിൽ നിന്നും ഇവിടെ വന്നതായിരുന്നു ഒരാള്. जमा कर रखी थी റെഫ്യൂജി, इसलिए में रब्ता അതുപോലെ തന്നെ അസൈലമിന്റെ കേസ്, ഇതെല്ലാം വളരെ പ്രയാസമായിരുന്നു അദ്ദേഹത്തിന്. की थी अदा करती അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവിനെ ജർമ്മനിയിലേക്ക് അയക്കാൻ വേണ്ടി $5,000 അദ്ദേഹം സ്വരുകൂട്ടിയിരുന്നു. ചന്തയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം $5,000 നൽകി എന്ന് മാത്രമല്ല, അതിനേക്കാളും കൂടുതലായിട്ടുള്ള പൈസ അദ്ദേഹം നൽകുകയുണ്ടായി. അതിന് പകരമായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് വളരെ അനുഗ്രഹങ്ങൾ നൽകുകയും അദ്ദേഹത്തിന്റെ അസൈലം കേസ് യാതൊരു പ്രയാസവും ഇല്ലാതെ പരിഹരിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല അവരുടെ ഉമ്മ ഒരാഴ്ചക്ക് ശേഷം ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തു. मेहंदी साहब मरहूम നോർവേ അമീർ സാഹിബ് പറയുന്നു, ഒരു ദിവസം 1000 करोड़ उसकी ലോക്കൽ ജമാഅത്തിൽ कोई सब मस्जिद की तमीर മസ്ജിദ് ബൈസുൻ നസറിനെ സംബന്ധിച്ച്
അവരെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. നല്ല മഞ്ഞ് പെയ്യുന്ന കാലമായിരുന്നു. അബ്ദുറഹീം മെഹദി സാഹിബ് മർഹൂം അപ്പോൾ പള്ളിയിൽ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 70,000 കർവൻസ് തുക അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അത് ഞാൻ പള്ളിക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നുവെന്ന്. ഇങ്ങനെ ചിലർ യാതൊന്നും ചിന്തിക്കാതെ സ്വതന്ത്രരായി അള്ളാഹുവിന് വേണ്ടി അവർ ജനത്യാഗം ചെയ്യുന്നു. സതുദ്ദേശത്തോടുകൂടി ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കും എന്ന് അവർക്കറിയാം. അതോടൊപ്പം തന്നെ അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുമെന്ന് അവർക്കറിയാം. ചില സംഭവങ്ങളാണ് ഞാനിപ്പോൾ വിവരിച്ചത്. ഇത് അനന്തമായ ഒരു ശൃംഖലയാണ് ത്യാഗത്തിന്റെ. ഇവര് ധനത്യാഗം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്ത് അത് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാ പ്രയാസങ്ങളും ചെയ്യുന്നു. ഇതിനുശേഷം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ജനുവരിയുടെ ആദ്യ വാരത്തിൽ വഖഫ് ജദീദിന്റെ പുതുവർഷ പ്രഖ്യാപനം നടത്താറാണുള്ളത്. 56-ാം വർഷത്തെ പ്രഖ്യാപനം ഞാൻ നടത്തുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ചില റിപ്പോർട്ടുകൾ നിങ്ങൾ മുമ്പാകെ വെക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 55-ാം വർഷം, അതായത് കഴിഞ്ഞ വർഷം 2012 ആ വർഷം, അത് 31 ഡിസംബറിൽ അവസാനിച്ചു. 50,10,000 പൗണ്ടിന്റെ ത്യാഗമാണ് ജമാഅത്ത് സമർപ്പിച്ചത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3,17,000 പൗണ്ട് കൂടുതലാണ്. പാകിസ്ഥാൻ അവരുടെ സ്ഥാനം 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. അത് കൂടാതെ പുറം രാഷ്ട്രങ്ങളിൽ, പാകിസ്ഥാനെ വിട്ടുകൊണ്ടുള്ള പുറം രാഷ്ട്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ പൊതുവെ 2-ാം സ്ഥാനം, അതല്ലെങ്കിൽ പുറം രാഷ്ട്രങ്ങളിൽ 1-ാം സ്ഥാനം എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും സന്തോഷത്തിനുള്ള ഒരു അവസരമുണ്ട്. കാരണം നിങ്ങൾ വഖഫ് ജദീദിൽ ബ്രിട്ടനിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, പാകിസ്ഥാനെ വിട്ടുകൊണ്ട്. അമേരിക്ക 2-ാം സ്ഥാനം, ജർമ്മനി 3, കാനഡ 4, ഇന്ത്യ 5, ഓസ്ട്രേലിയ 6, ഇന്തോനേഷ്യ 7, ബെൽജിയം 8, മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത് 9, സ്വിറ്റ്സർലാൻഡ് 10. കറൻസിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വസൂലിയിൽ പ്രകടനമായ വർധനവ് ഉണ്ടായത് 3 ജമാഅത്തുകളിലാണ്. ഓസ്ട്രേലിയയിൽ 42.5%, ഇന്ത്യയിൽ 31.5%, ഇന്തോനേഷ്യയിൽ 25.19%. ഫ്രാൻസ്, നോർവേ, തുർക്കി എന്നിവരും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല വർധന വരുത്തിയിട്ടുണ്ട്. പെർ ഹെഡ് കണക്കനുസരിച്ച് സുപ്രധാന ജമാഅത്തുകൾ അമേരിക്ക 1-ാം സ്ഥാനം. ഇവര് മൊത്തത്തിൽ നോക്കുമ്പോൾ 2-ാം സ്ഥാനത്താണ്. എന്നാൽ പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് ലോക രാഷ്ട്രങ്ങളെ നോക്കുമ്പോൾ 2-ാം സ്ഥാനത്താണ്. എന്നാൽ പെർ ഹെഡ് വെച്ച് നോക്കുമ്പോൾ 1-ാം സ്ഥാനത്താണ് ഇവര്. 88 പൗണ്ട് പെർ ഹെഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് 55 പൗണ്ട് പെർ ഹെഡ്, ബ്രിട്ടന്റേത് 40 പൗണ്ട് പെർ ഹെഡ്, ബെൽജിയം 39 പൗണ്ട് പെർ ഹെഡ്, കാനഡ 32 പൗണ്ട് പെർ ഹെഡ്. ഈ വർഷം പുതുതായി അംഗങ്ങളെ ചേർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആഫ്രിക്കൻ നാടുകൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. വഖഫ് ജദീദിൽ പങ്കാളികളായവരുടെ മൊത്തം കണക്ക് 10,13,112 ആണ്. കഴിഞ്ഞ വർഷം ഇത് 6,90,000 ആയിരുന്നു. 3,27,000 ആളുകളാണ് പുതുതായി ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ്. യഥാർത്ഥത്തിൽ ഇതാണ് വേണ്ടത്. ഇതിൽ പങ്കാളികളാകുന്നവരുടെ അംഗസംഖ്യയാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഓരോരുത്തരുടെയും വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും വർധനവുണ്ടാകുന്നതാണ്. ഈ വർഷം പുതുതായി അംഗങ്ങൾ ചേർന്നതിൽ ആഫ്രിക്കൻ ജമാഅത്തുകളിൽ നൈജീരിയ 1-ാം സ്ഥാനം, ഗാന 2, സെറലിയോൺ, ബെനിൻ, നൈജർ, ബുർക്കിന ഫാസോ, ഐവറി കോസ്റ്റ്. ചെറിയ നാടുകളിൽ കാമറൂൺ, സെനഗൽ, മാലി, ടോഗോ, കനഗരി എന്നിവരും വർധന വരുത്തിയിട്ടുണ്ട്. മറ്റു നാടുകളിൽ ജർമ്മനിയും ബ്രിട്ടാനിയയും കൂടുതൽ വർധന വരുത്തിയിട്ടുണ്ട്. ഈ വർഷം ആദ്യമാണ് കബാബീറുള്ളവർക്കും കുറച്ച് ഇളക്കം വന്നിരിക്കുന്നത്. അവരും മുമ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ മൊത്തം പിരിഞ്ഞു കിട്ടിയ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ
ആദ്യത്തെ 5 ജമാഅത്തുകൾ. ഒന്നാം സ്ഥാനം ഘാനയാണ്. 4 बुर्किना फासो അള്ളാഹു താല और 5 ഈ ഒരു ബഹുമതി അവർ നിലനിർത്താൻ സാധിക്കുമാറാകട്ടെ. 2ാം സ്ഥാനം നൈജീരിയ, മൊറീഷ്യസ്, ബുർക്കിന ഫാസോ, 5ാമത്തത് ഐവറി കോസ്റ്റ്. പാകിസ്ഥാനിലെ 3 ജമാഅത്തുകൾ. अजला की पोजीशन 1 ലാഹോർ, റബുവ, फिर इस्लामाबाद കറാച്ചി. फैसलाबाद फिर शेखुपुरा फिर गुजरात കുട്ടികളുടെ ജില്ലാ തോറുമുള്ള കണക്ക്. റാവൽപിണ്ടി 1ാം സ്ഥാനം, ഇസ്ലാമാബാദ്, ഫൈസലാബാദ്, ഷേഖപൂര, ഗുജറാൻവാല, ഉമർകോട്ട്, 3 बड़ी जमातें भी जो हैं ഗുജറാത്ത്, നാരോവാൾ, ഹൈദരാബാദ്, സാങ്കഡ്. नंबर 2 और रबा नंबर 3 അത്ഫാലിൽ 3 വലിയ ജമാഅത്തുകൾ. दिल्ली की पोजीशन के हिसाब से नंबर 1 रावल 1 ലാഹോർ, കറാച്ചി നമ്പർ 2, റബ്വ 3. फिर उमरकोट भी बड़ा അത്ഫയിലെ ജില്ലാ അടിസ്ഥാനത്തിൽ റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, ഫൈസലാബാദ്, ഉമർകോട്ട്. ഉമർകോട്ടും बाड़ा बहावलपुर और डेरा വളരെ പാവപ്പെട്ട ഒരു ജില്ലയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ത്യാഗത്തിൽ മുൻപന്തിയിലാണ്. 10 जमातें ഗുജറാത്ത്, रेंज पार्क ഹൈദരാബാദ്, ഉക്കാട, ബഹാൽപൂർ, ഡേര ഗാസി ഖാൻ. फिर वूस्टर पार्क फिर न्यू മൊത്തത്തിലുള്ള वेस्ट क्राइस्ट പിരിവിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ 10 ജമാഅത്തുകൾ. റെയിൻസ് പാർക്ക്, ബർമിംഗം വെസ്റ്റ്, फील्ड ബൂസ്റ്റർ പാർക്ക്, ന്യൂ മാർഡൻ, വെസ്റ്റ് ട്രൈഡൻ, ബർമിംഗം സെന്റർ, ബൈത്തുൽ ഫുത്തൂഹ്, ജലിംഗം, लंदन കാർസ്ഫ്രീഡ്, വിംബിൾഡൺ. नॉर्थ ईस्ट പിരിഞ്ഞു കിട്ടിയതിൽ റീജൻ കണക്ക്. 5 जमातें हैं लॉस एंजलिस മിഡിൽ റീജൻ, സൗത്ത് റീജൻ, ലണ്ടൻ, മിഡിൽ ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. सिएटल വസൂലിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ 5 ജമാഅത്തുകൾ. ലോസ് ഏഞ്ചലസ്, ഇൻലാൻഡ് എംപയർ, സിലിക്കോൺ വാലി നമ്പർ 2, ഡിട്രോയിഡ്, സിയാറ്റൽ, ഷിക്കാഗോ വെസ്റ്റ്. फ्रैंकफर्ट नंबर 2 വസൂലിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയുടെ റീജൻ माइन फ्रांक ഹെംബർഗ്. वेस्ट ഹെംബർഗ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ മുന്നേറുന്നുണ്ട്. 1ാം സ്ഥാനമാണ്. ഫ്രാങ്ക്ഫർട്ട്, ഗ്രോസ്ഫ്രാവ്, ഡാംസ്ട്രൈറ്റ്, ഗ്രീൻസ്പാദൻ, മൈൻ ഫ്രാങ്കൻ, എസൻ വെസ്റ്റ്, ന്യൂ ട്രെയിൻ, എസ് എം എറ്റ്, ബാദൻ. വസൂലിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ 10 ജമാഅത്തുകൾ. യൂഡൻമാർക്ക്, നോയേസ്, എനോവർ, ഫ്രാങ്ക്ബർഗ്, ഗിൻസൈൻ, ഹൈഡൽബർഗ്, ഗുൾഡ, ഫ്രാൻഹൈം, की 5 जमातें വൈൻഗാർഡൻ, വൈൻഫിക്കൻ. एडमिंटन दरहम सरे ईस्ट ദഫ്തർ അത്വാലിന്റെ വസൂലിയുടെ അടിസ്ഥാനത്തിൽ കാനഡയിൽ കാൽഗറി, ഈസ്റ്റ് വില്ലേജ് സൗത്ത്, എഡ്മിന്റൺ, ജർഹം, സറായ ഈസ്റ്റ്. वेस्ट बंगाल ചന്ത പിരിഞ്ഞു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ: കേരള 1ാം സ്ഥാനം, महाराष्ट्र തമിഴ്നാട്, ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, കർണാടക, ഒഡീസ, കാദ്യാനി സംസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഡൽഹി. कलकत्ता പണം പിരിഞ്ഞു കിട്ടിയതനുസരിച്ചുകൊണ്ട് ഇന്ത്യയിലെ 10 ജമാഅത്തുകൾ: കോയമ്പത്തൂർ 1ാം സ്ഥാനം, കോഴിക്കോട് 2ാം സ്ഥാനം, കരുളായി, കണ്ണൂർ ടൗൺ, കാദ്യാൻ, ഹൈദരാബാദ്, കൽക്കത്ത, പഴയങ്ങാടി, ചെന്നൈ, ബാംഗ്ലൂർ, ഋഷിനഗർ. अल्लाह ताला അള്ളാഹു ഈ ത്യാഗം ചെയ്ത എല്ലാവരുടെയും ധനത്തിലും മക്കളിലും കൂടുതലായി ബർക്കത്തുകൾ നൽകുമാറാകട്ടെ. करता है ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, वल्लाहु रऊफ അള്ളാഹുവിന്റെ ദാസർ ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുന്നു. അവരോട് അവൻ കരുണയും സ്നേഹവും വെച്ച് പുലർത്തുന്നു. അവൻ സ്വയം പറയുന്നു, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹു അവർക്ക് നൽകിയ ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നു. തന്റെ ജീവനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കുക എന്നത്, തന്റെ ധനം അവന്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നത് അവന്റെ ഫضലും സൗഭാഗ്യവുമായി അവർ കരുതുന്നു. എന്നാൽ ഈ ഭൗതിക സമ്പത്തും മുതലും തങ്ങളുടെ ജീവിത ലക്ഷ്യമായി ആരാണ് കാണുന്നത്? അവർ ഒരു മങ്ങിയ കണ്ണുകൊണ്ടാണ് ദീനിനെ കാണുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസിയുടെ, സത്യസന്ധനായ ഒരു മുസ്ലിമിന്റെ ജോലി ഇതല്ല. സത്യ ഇസ്ലാം എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സർവ്വ കഴിവുകളും ശക്തികളും ജീവിതാവസാനം വരെ വഖഫ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധ ജീവിതത്തിന്റെ അവകാശികളായി അവർ മാറുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാത്തരം ത്യാഗത്തിലും മുന്നേറുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് കൂടാതെ ദുആക്കുള്ള മറ്റൊരു അപേക്ഷ കൂടി ഞാൻ വെക്കുകയാണ്. ലിബിയയിൽ ഇപ്പോൾ അഹമ്മദികളുടെ അവസ്ഥ വളരെ മോശമാണ്. അവിടെ ഭരണമൊന്നുമില്ല.
കഴിയില്ല. ഓരോ സംഘടനകളും ഓരോ ശക്തികളും അവരവരുടേതായിരിക്കുന്ന രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അഹമ്മദികളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവര് പോലീസിനെ നിർബന്ധിപ്പിക്കുന്നു. പല സ്ഥലത്തും ടോർച്ചറും ചെയ്യുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അഹമ്മദികളെ പിടിച്ചുകൊണ്ടുപോയി ചില സ്ഥലങ്ങളിൽ അങ്ങനെ അവരെ ജയിലടച്ചിരിക്കുകയാണ്. അവര് വളരെയധികം അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് ലിബിയ വാസികളല്ലാത്തവര്. അവർക്ക് മോചനത്തിനുള്ള വഴി അല്ലാഹു പെട്ടെന്ന് തുറക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.